ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ തന്നെ റെഡിയായി കേട്ടോ. ശനിയാഴ്ച രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരു യാത്ര പോകാനായിട്ട് റെഡിയാണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ എറണാകുളത്താണ്. എറണാകുളം തൃപ്പൂണിത്തുറയാണ് കേട്ടോ. ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും റെഡിയാകുകയാണ്. രാക്ഷണം വാതിലൊക്കെ പൂട്ടി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ആദ്യം തന്നെ എനിക്കൊന്നും കാണിക്കാനില്ല, അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് തന്നെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഇവിടെയും സുഖമായിട്ടിരിക്കും. നമ്മുടെ കണ്ണൻകുട്ടനെ കൊണ്ട് ഞാൻ യോയോയൊക്കെ വെപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എക്സൈറ്റഡാണ്, കുഞ്ഞുങ്ങളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം പൊന്നുകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത്. അപ്പം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി കേട്ടോ. ഇവിടെ ആകുമ്പോഴത്തേക്ക് സേഫായിട്ടിരിക്കും. കാരണം ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ കാണില്ല, കുറച്ച് ദിവസത്തേക്കായിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ ആകുമ്പോഴത്തേക്കും സേഫായിട്ട് ആ ഷെഡിനടിയിൽ സേഫായിട്ട് നമ്മുടെ ടൂ വീലർ ഇരുന്നോളും കേട്ടോ. അപ്പം ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത്. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ് കേട്ടോ പോകുന്നത്, എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പം അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം ചേച്ചിയുടെ വീട്ടിലൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊന്നുകുട്ടിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ഫേവറേറ്റായിട്ടുള്ള ഒരാളുമാണ് എൻ്റെ ചേച്ചി. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അവളുടെ പേരമ്മ. മീനു എന്നാണ് പേര്, മീനു പേരമ്മ. ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ പൊന്നുകുട്ടിക്ക്. അപ്പോൾ കണ്ണൻകുട്ടന് ഹാപ്പിയാണ്. സാധാരണ ദിവസം രാവിലെ ഒന്നും വിളിച്ചാൽ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്, വെക്കേഷൻ ആയതുകൊണ്ട്. പക്ഷേ ഇത് രാത്രി കിടക്കാൻ നേരത്തും രാവിലെ ആകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അത്ര എക്സൈറ്റഡ് ആണ് പൊന്നുകുട്ടി കിടന്നുറങ്ങിയത്. രാവിലെ ഞാൻ 5:30 വിളിച്ചപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് റെഡിയായി കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് വന്നത്. ട്രെയിൻ ഞങ്ങൾക്ക് 8 മണിക്കാണ്. ഞങ്ങൾ ഇത്രയും രാവിലെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വെയിൽ, ചൂട്, അതൊക്കെ കാരണമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തുണിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാജേഷനും കുഞ്ഞുങ്ങൾ നടക്കുന്ന മുന്നോട്ട് ഞാൻ കുറേ വീഡിയോ എടുത്ത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെയിലാകുന്നതിന് മുമ്പ് പോകാമെന്ന് വിചാരിച്ചു. ചൂട് അത്ര കൂടുതലാണല്ലോ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചേർത്തല, ആലപ്പുഴയിലൊക്കെ നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടൻ്റെ ഒരു ഫേസൊക്കെ ഭയങ്കരമായിട്ട് ചുമന്ന് ഇങ്ങനെ കുരുക്കളൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. പൊന്നുകുട്ടിയുടെയും സെയിം അവസ്ഥയൊക്കെ തന്നെ. പക്ഷെ പൊന്നുകുട്ടിക്ക് ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്യാണം നല്ല അടിപൊളി ഒരു കല്യാണമാണ്. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളൊരു കല്യാണം കൂടുന്നത് കേട്ടോ. ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ കൂടുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു കല്യാണമൊക്കെ കൂടുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് കണ്ണൻകുട്ടൻ അങ്ങോട്ടൊരു രക്ഷയില്ല, ഭയങ്കര ചൂട്. കണ്ണൻകുട്ടൻ അങ്ങോട്ടും ഇങ്ങനെ കുരുക്കളുള്ളതുകൊണ്ട് ഭയങ്കര ചൊറിച്ചലും കാര്യങ്ങളും ഇറിറ്റേഷനും ഒക്കെയാണ്. ഞങ്ങളങ്ങനെ അധികം പുറത്ത് പോകാത്തതിൻ്റെ കാരണം ഈ ചൂടും ഒക്കെ കൊണ്ടാണ്. ഒട്ടും പറ്റത്തില്ല അത്ര. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം ഞങ്ങളിതേ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. ട്രെയിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. കണ്ണൻകുട്ടന് പല പല ആവശ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ, ഇത് പാസഞ്ചർ ട്രെയിനാണല്ലോ, അപ്പോൾ കൂടുതലും ജോലിക്കാർ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഒരു ചേട്ടൻ കണ്ണൻകുട്ടൻ്റെ ബഹളം കണ്ടിട്ട് ഇരിക്കാനൊക്കെ ഒന്ന് കൊടുത്തു കേട്ടോ, സ്ഥലം കൊടുത്തു. പക്ഷേ ഇരിക്കാൻ പൊന്നുകുട്ടിയും കണ്ണൻകുട്ടനും കൂടെ ഒരുമിച്ചാണ് ഇരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കണ്ണൻകുട്ടൻ അങ്ങോട്ട് ഇരിപ്പ് വരുന്നില്ല. ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുക എന്ന് പറയുന്ന കണക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പൊന്നുകുട്ടീനെ ചാടിക്കണമെന്നായിരുന്നു. പിന്നെ അവസാനം അവൻ തന്നെ ചാടി ഇറങ്ങി കേട്ടോ. പൊന്നുകുട്ടി അവിടെ ഇരുന്ന് പിന്നെ ട്രെയിനകത്തിരുന്ന് എന്തോ സോൺ പേപ്പർ സീസർ അങ്ങനെ എന്തൊക്കെയോ കളികൾ. അവിടെ ഇരിക്കുന്ന ജോലിക്ക് പോകുന്ന ആളുകൾ, ഈ ട്രെയിനിൽ ഇരിക്കുന്നവരൊക്കെ ഇവരുടെ കളി കണ്ട് അങ്ങ് ചിരിയാണ്. നല്ല രസമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും. എന്നിട്ട് ചിലരെന്നോട് ചോദിച്ചൊരു സിസ്റ്റേഴ്സ് അല്ലേ, ബ്രദറോ സിസ്റ്ററോ അല്ലേ എന്ന് വരെ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കളി അത്രയ്ക്കുണ്ട്, നല്ല രസമാണ്. രണ്ടുപേരും ട്രെയിനകത്തിരുന്ന് ഇത്രയും ആളുകൾ, കുറേ ആളുകൾ നിൽക്കുകയാണ്. അതൊന്നും ബാധകമല്ല. ഞങ്ങളിരുന്ന് കളിക്കും, ഞങ്ങൾ എവിടെ ഇരുന്നാലും കളിക്കുമെന്ന് പറഞ്ഞ പോലെ ചേച്ചി അനിയനും കൂടെ അതിനകത്തിരുന്ന് നല്ല കളിയാണ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ എറണാകുളത്ത് എത്തി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ എറണാകുളം, ട്രിവാൻഡ്രം.
രാജേഷനും പിന്നെ ഡെയിലി എറണാകുളം ജോലിക്ക് പോകുന്നതുകൊണ്ട് അണ്ണന് ഒന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്ക് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന നമുക്ക് എപ്പോഴും പോകുന്നൊരു സ്ഥലമല്ലല്ലോ എറണാകുളം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സിറ്റി അല്ലേ നമ്മുടെ എറണാകുളം. എങ്ങോട്ട് തിരിഞ്ഞാലും ആളുകൾ തിരക്ക് പിടിച്ചോടുന്നൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ നേരെ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കണ്ണൻകുട്ടന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും കൊടുക്കാതെയാണ് രാവിലെ ഇറങ്ങിയത്. ട്രെയിൻ കിട്ടുമെന്നുള്ളൊരു ഇത് കാരണം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളൊരു ഉഴുന്നുവടയും വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. ഇറങ്ങിയ ഉടനെ തന്നെ വാട്ടർമെലൺ ജ്യൂസും വടയും രാജേഷനൊരു കടിഞ്ചായയൊക്കെ കുടിച്ചു. ഞാൻ ചെറിയ തോതിലൊക്കെ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികമൊന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും നിന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടുന്ന് ബസ് പിടിക്കണം, പൂത്തോട്ട ബസ് പിടിക്കണം കേട്ടോ. ചേച്ചിയുടെ അങ്ങോട്ട് പോകണമെങ്കിൽ പൂത്തോട്ട ബസ് പിടിച്ചിട്ട് അങ്ങനെയാണ് ചേച്ചിയുടെ അങ്ങോട്ട് പോകേണ്ടത്. മങ്കായിക്കവല എന്നൊക്കെ പറയും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് സ്ഥലപ്പേരൊന്നും അറിയില്ല, ഏകദേശം ആ ഒരു രീതിയിൽ ഞാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മുടെ ബസ്സൊക്കെ വന്നു. നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ് കേട്ടോ. കല്യാണം മാത്രമല്ല, ഞങ്ങൾ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടും കൂടിയാണ് ഇറങ്ങിയത്. ഇവിടെ ഒരു അമ്പലത്തിൽ പോകണം, പിന്നെ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം. ചേച്ചിയായിട്ട് അങ്ങനെ അധികം പുറത്തൊന്നും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ബസ്സിലൊക്കെ കയറി പോവുകയാണ് കേട്ടോ. അത്യാവശ്യം അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ എന്താണെന്നറിയില്ല, തിരക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചേച്ചിയുടെ വീട്ടിലിരുന്ന് തന്നെയാണ് കേട്ടോ വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത്. കുറച്ച് ദിവസം എന്തായാലും ചേച്ചിയുടെ വീട്ടിലായിരിക്കും. അപ്പം അതുകൊണ്ട് അവിടെ ഇരുന്നുള്ള വോയിസ് ഓവറും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ വളരെ സാവധാനത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഈ ചേച്ചിയുടെ വീട്ടിലോട്ട് എത്തി. ഇതാണ് കേട്ടോ നമ്മുടെ ചേച്ചിയുടെ വീട്. ചേച്ചി തൃപ്പൂണിത്തുറയിലാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ഞങ്ങൾ വന്ന് ഓട്ടോയൊക്കെ വിളിച്ചാണ് കേട്ടോ ഞങ്ങൾ അവിടുത്തെ പ്രൈവറ്റ് ബസ് ഇറങ്ങി ഓട്ടോയൊക്കെ വിളിച്ചാണ് അവിടെ എത്തിയത്. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കണ്ണൻകുട്ടനും പൊന്നുകുട്ടി അവരുടെ കലാപരിപാടികൾ തുടങ്ങി കേട്ടോ. ഞങ്ങൾ പിന്നെ അടുക്കളയിലോട്ട് പോയി കേട്ടോ. അടുക്കളയിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ണൻകുട്ടൻ അവിടെ ചേച്ചിയുടെ ചേട്ടൻ്റെ അവിടുത്തെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികളുടെ കുറച്ച് കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരതെല്ലാം എടുത്തിട്ട് കളിയൊക്കെയാണ് കേട്ടോ. കളിപ്പാട്ടം കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും വിടത്തില്ല, രണ്ടുപേരും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കും കേട്ടോ. അങ്ങനൊരു കാര്യമുണ്ട് രണ്ടുപേർക്കും. അപ്പം രണ്ടുപേരും കൂടി ഇരുന്ന് ഭയങ്കര കളിയിലാണ്. അപ്പോഴാണ് ചേച്ചി കുറച്ച് അടുക്കളയിൽ ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ വെക്കാം മീൻ മേടിച്ചായിരുന്നു ചേച്ചി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അടുക്കളയിൽ കയറി മീനൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ കിച്ചണിൽ ജോലി ചെയ്തിട്ടൊക്കെ കുറേ നാളായി. ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് മുമ്പൊക്കെയാണ് ഞങ്ങൾ ഇതുപോലെ കിച്ചണിലൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് ജോലിയൊക്കെ അടുക്കളയിൽ നിന്ന് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കുട്ടിക്കാലത്താണ് നമ്മൾ ആ ഒരു ഇതൊക്കെ ഏകദേശം ഒന്ന് പഠിക്കുകയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അധികം ഇതായിട്ടില്ല. ചേച്ചി നേഴ്സാണ്. അപ്പോൾ ചേച്ചിയും നേഴ്സിങ്ങിൻ്റെ പഠനമായിട്ടൊക്കെ ഓട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ മീൻകറി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. വറ്റയാണ് മീൻ. അപ്പോൾ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വെച്ച് എങ്ങനെയെങ്കിലും സെറ്റാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ മീൻകറി ചേച്ചി ഒന്ന് കൂട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മീൻ കുഞ്ഞുങ്ങൾക്കായിട്ട് വറക്കാനും എടുത്ത് കുറച്ച് ഞങ്ങൾ കറി വെക്കുകയും കൂടെ ചെയ്യുകയാണ് കേട്ടോ. മുളകിലാണ് വെക്കുന്നത്. നമ്മൾ മുളകിൽ ജസ്റ്റ് എൻ്റെ പല മീൻകറിയുടെ വീഡിയോസും എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ മുളകിലൊരു ജസ്റ്റ് ഒരു മീൻകറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. ഒരുപാട് കറികളുടെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ രാജേഷനും ജോലിക്ക് പോയായിരുന്നു കേട്ടോ. ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് രാജേഷന് ഇവിടെ എറണാകുളത്ത് തന്നെയല്ലേ. അപ്പോൾ രാജേഷനും ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് ജോലിക്ക് പോയി കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചിരുന്ന് ഞങ്ങളങ്ങനെ കറിയൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളല്ലോ. ചേച്ചിയുടെ ഹസ്ബൻഡും ജോലിക്കൊക്കെ പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ പതുക്കെ സാവധാനം കറിയൊക്കെ വെച്ച് കഴിച്ചു കേട്ടോ. മീൻകറി നല്ലതായിരുന്നു കേട്ടോ. എപ്പോഴും വെക്കുന്ന പോലെ തന്നെ എന്തായാലും ഒത്തു വന്നു. ഞാൻ വിചാരിച്ചു അയ്യോ നമ്മളിപ്പോൾ വേറൊരു വീട്ടിൽ പോയി കറിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അയ്യോ ശരിയാകുമോ. പക്ഷേ
ഞാൻ എപ്പോഴും വെക്കുന്ന രീതിയിലൊക്കെ ടേസ്റ്റൊക്കെ വന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ എപ്പോഴും വെക്കുന്ന രീതി തന്നെയാണ് വെച്ചത്, ഒരു വ്യത്യാസം അതിനകത്ത് വരുത്തിയില്ല കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം വരുത്തി പാളിപ്പോയാൽ ശരിയാകത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് സാധാരണ രീതിയിൽ നല്ലൊരു മീൻകറി എനിക്ക് വെക്കാൻ പറ്റി കേട്ടോ. അതിന് ശേഷം നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും അവിടെ ഹാളിൽ കിടന്ന് തകർത്ത് കളിയാണ്. ചൂട് അത്യാവശ്യം നമ്മുടെ തൃപ്പൂണിത്തുറയിൽ നല്ല പോലെയുണ്ട് കേട്ടോ. ചൂടാണ് ഇപ്പം മെയിൻ താരമല്ലേ. ഒരുപാട് ന്യൂസുകളിലും കാര്യങ്ങളിലും ഒക്കെ എന്താ മഴയുടെ സമയത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന പോലെയാണ് ഇപ്പം ചൂടിന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിഭീകരമായ ചൂടാണ് നമ്മുടെ കേരളത്തിൽ. ഇപ്പം സത്യം പറഞ്ഞാൽ മഴയേ വാ എന്നും പറഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അത്രയ്ക്ക് ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാളിനിടയിൽ ഇത്രയും ഒരു ചൂട് അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് കണ്ണൻകുട്ടനെ കിടത്തി ഉറക്കമൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡും രാജേഷണ്ണും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ കല്യാണ വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ മാമൻ്റെ വീട് കേട്ടോ. മാമന് എറണാകുളത്തും വീടുണ്ട്, ബോംബെയിലാണ് മാമൻ സെറ്റിൽഡ്, എറണാകുളത്തും വീടുണ്ട്. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിൽ ചെന്നു. നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടു, ഹൈ ബൈ ഒക്കെ പറഞ്ഞ് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇനി കല്യാണ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി ഒരു കല്യാണ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.